എന്താണോ വൈകിട്ട് കണ്ടത് ആ പരിശോധനകൾ ആവർത്തിക്കുകയാണ് ഇപ്പോഴും. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഇതെല്ലാം പോസിറ്റീവായ കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നാണ്. പക്ഷേ ഇത് എത്രമാത്രം ചാൻസ് എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയുവാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ കല്ലിയൂർ എന്ന് പറയുന്ന പുന്നമൂടിനടുത്തുള്ള കല്ലിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കിണർ ഇടിഞ്ഞു വീണായിരുന്നു. അപ്പോൾ ഇടിഞ്ഞു വീഴുമ്പോൾ ആ കിണറിനകത്ത് ഇറങ്ങിയ ഒരാൾ കിണറിൻ്റെ ഏറ്റവും താഴെ അറ്റം വരെ പാറ അടുക്കിയിട്ടുണ്ടായിരുന്നു, മുകളിലോട്ടെല്ലാം പാറ അടുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ വീണ് കഴിഞ്ഞപ്പോൾ ഈ പാറകളെല്ലാം വന്ന് ക്രിസ് ക്രോസ് ആയിട്ട് നിന്നപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി പുള്ളിക്ക് ശ്വാസം കിട്ടിയിരുന്നു. അങ്ങനെ ഒരു 4 ദിവസം കഴിഞ്ഞാണ് ഞാൻ ആ സംഭവം പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു. 4 ദിവസം കഴിഞ്ഞാണ് ആ ജീവനെ പുറത്തെടുത്തപ്പോൾ തീർച്ചയായിട്ടും ജീവൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ കുറേ വർഷം ജീവിച്ചിരുന്നു. അപ്പോൾ ഒരു 5-6 ഈ പറഞ്ഞ പോലെ മോഹൻപിള്ള സാർ പറഞ്ഞ പോലെ കൃത്യമായൊരു ഓക്സിജൻ കിട്ടുമെങ്കിൽ, ഏതെങ്കിലും രൂപത്തിൽ ഓക്സിജൻ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ മറ്റ് ഫുഡൊന്നും കഴിച്ചില്ലെങ്കിലും കുറച്ച് ദിവസം നമ്മൾ ജീവിച്ചിരിക്കുമല്ലോ. 5-6 ദിവസം നമുക്ക് വേറെ പ്രശ്നമൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് എന്ത് ജീവനായാലും നമ്മളത് പരിശോധിക്കണം. പ്രത്യേകിച്ച് അത് വീടുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ, കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഡെമോളിഷ് ചെയ്തിട്ടാണെങ്കിലും, കാരണം ഇനിയിപ്പോൾ വേറെ പുനർനിർമ്മിക്കണമല്ലോ കാര്യങ്ങൾ, ഡെമോളിഷ് ചെയ്തിട്ടാണെങ്കിലും അത് പരിശോധിക്കണം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ചെയ്തു, സൈന്യവും പട്ടാളവും പോലീസും സംവിധാനങ്ങളെല്ലാം ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ആ കൂട്ടത്തിൽ ഇതുകൂടി തീർച്ചയായിട്ടും ഫൈനലായി അവസാനത്തെ ആളിനെയും ഉറപ്പാക്കുക എന്നുള്ളതാണ്. കാരണം അതിനകത്ത് അങ്ങനെ ഒരു തിയറി തന്നെ ഉണ്ടല്ലോ, ലാസ്റ്റ് മാൻ ഓപ്പറേഷൻ എന്ന് പറയുന്നൊരു തിയറി തന്നെയുണ്ട്. ഈ യുദ്ധത്തിലും പരിപാടികളിലൊക്കെ ഒരു ലാസ്റ്റ് മാൻ ഓപ്പറേഷനുണ്ട്. അവസാനത്തെ ആളിനെയും രക്ഷിച്ച് അത് ഏത് അർത്ഥത്തിലെടുത്താലും, അത് ജീവനോടുകളെ അല്ലാതെ അവസാനത്തെ ആളിനെയും കൂടി അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴാണ് അത് ഫൈനാലിറ്റിയിൽ എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് സാധ്യതയുണ്ട്. ഇപ്പം 2 പ്രാവശ്യം ഇങ്ങനെ കിട്ടിയിരിക്കുന്നു, സിഗ്നൽ കിട്ടിയിരിക്കുന്നു. തീർച്ചയായും അത് എന്ത് വില കൊടുത്തും പരിശോധിക്കണം. നല്ല തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ റഡാർ പരിശോധന അതിനിർണായകമാണ്. അതിന്റെ ഫലം അല്പസമയത്തിനകം കിട്ടും. ഇത് കഴിഞ്ഞ തവണയും ഈ 2ാമത്തെ റഡാർ പരിശോധന നടത്തിയപ്പോഴും ഒരു 1 മണിക്കൂർ സമയം. അതിനകത്ത് മഞ്ജുഷി വേറെ പ്രശ്നം കൂടെ ഉണ്ട്. 3ാമത്തെ റഡാറിൽ സിഗ്നൽ കിട്ടിയില്ലെന്ന് വിചാരിക്കുക. അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും സംഭവിച്ചൊന്നുമില്ല. ആരായാലും അതേ മീൻസ് എന്തായാലും അത് കണ്ടുപിടിക്കണ്ടേ, ജീവനോടായാലും അല്ലാതെയാലും പുറത്തണം. അതുകൊണ്ട് റഡാർ സിസ്റ്റം അവിടെ നിൽക്കട്ടെ. 2 പ്രാവശ്യം കിട്ടിയത് കൊണ്ട് തന്നെ ഇത് നോക്കണം എന്താണെന്ന്. അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പരിശോധന നടത്തുന്ന ഓഫീസർമാർ പറയുന്നുണ്ടായിരുന്നു ആ കെട്ടിടം തകർക്കുകയാണ്, ബാക്കി കുറച്ച് സ്ട്രക്ചർ കൂടി ബാക്കിയുണ്ടല്ലോ, അത് ഡെമോളിഷ് ചെയ്തിട്ടാണെങ്കിലും അത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് ജീവനോർ ബോഡി അങ്ങനെയൊന്നും വിഷയമില്ല. അത് എന്താണ് സംഭവം എന്ന് പൊളിച്ചിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യണം. അല്ലെ പിന്നെ അതൊരു വലിയൊരു തീരെ കളങ്കമായിട്ട് നിൽക്കത്തില്ലേ. നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് അത് തീർച്ചയായിട്ടും അത് ചെയ്യണം. അത് ഇനിയിപ്പോൾ ജീവനുണ്ടോ എന്ന് പരിശോധിക്കുകയല്ല ചെയ്യേണ്ടത്, അത് ഡെമോളിഷ് ചെയ്തിട്ട് എന്താണ് അവിടെയുള്ള ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്താണ് അവിടെ ഉള്ളതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിനകത്തൊരു ഡിസിഷൻ എടുക്കേണ്ടത്. ശരി, മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു അദ്ദേഹം തുടരുന്നുണ്ട്. ശ്രീ ബാബു, അല്ല മഞ്ജു സാറേ, ഒരു കാര്യം അദ്ദേഹത്തിനോട് ചോദിച്ചോണേ. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി പഞ്ചായത്തുകളിലൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഫ്ലഡ് വന്നപ്പോൾ ഇവരുടെ പഞ്ചായത്തിലുണ്ടോ, ആരാണ് അതിൻ്റെ ഒരു ചെയർമാൻ എന്നും കൂടെ ഒന്ന് ചോദിച്ചാൽ. അതെ, ഈ എല്ലായിടത്തും ഇത് ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രളയം വന്നപ്പോൾ ശ്രീ ബാബു, ഇവിടെ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ കൂടിയാണ്. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി അത് പഞ്ചായത്തിൽ ഉണ്ടായിരുന്നോ എന്ന്. വർക്കിംഗ് ഗ്രൂപ്പും അതിനൊരു കമ്മിറ്റിയും നിലവിൽ അത്തരം ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയായിരുന്നു. അത് കൂടിയിരുന്നു സാർ, ഇടയ്ക്ക് അതൊന്ന് കൂടിയിരുന്നു. ഈ സമയങ്ങളിലൊന്ന് കൂടാൻ പറ്റിയിരുന്നു ഈ മഴയൊക്കെ വന്നപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. അതെ, കൂടിയിരുന്നു, തീർച്ചയായും കൂടിയതിനു ശേഷമാണ് നമ്മൾ തുടർച്ചയായ മഴയത്ത് പല ഭാഗങ്ങളിലും ഞങ്ങൾ എത്തിപ്പെടുകയും അവിടുന്ന് പലരും മാറ്റി പറക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ പിന്നെ ഈ അപകടം നടക്കുന്നതിന്റെ തലേ ദിവസം 29-ാം തീയതി നമ്മൾ രാവിലെ ആ പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് കൊടുത്തത്.